ഹലോ. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു. ഇനി ഉച്ചക്കലത്തെ ലഞ്ച് തയ്യാറാക്കുന്നതിന് ഉള്ള കാര്യങ്ങളാണ്. കുക്കറിൽ വൻപയർ വച്ച്, നല്ല വേവുള്ള പയറാണ്. അതുകൊണ്ട് ആദ്യം ഒന്ന് കുക്ക് ചെയ്തതിന് ശേഷം വീണ്ടും ഒന്നും കൂടെ കുറച്ച് സമയം കഴിഞ്ഞ് കുക്ക് ചെയ്യണം. അടുത്തതായിട്ട് വാള മീൻ പൊരിക്കാൻ പോവുകയാണ്. പാൻ അടുപ്പത്ത് വെച്ചു. നല്ല മസാലയെല്ലാം പുരട്ടി വച്ചിരിക്കുന്ന മീനാണ്. മസാല തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. 2 സ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ കാശ്മീരി പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ മസാലപ്പൊടി, ഇഞ്ചി വെളുത്തുള്ളി ഒരൽപ്പം അരച്ച് പേസ്റ്റ് രൂപത്തിലാക്കിയത്, ഇതെല്ലാം കൂടെ ഉപ്പ് പാകത്തിന് ചേർത്ത് നല്ലതുപോലെ പുരട്ടി വെച്ച മീൻ എണ്ണ തിളച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുക. കുരുമുളക് പൊടി കൂടുതൽ ചേർക്കുന്നതിനനുസരിച്ച് വാള മീൻ്റെ ടേസ്റ്റ് കൂടും. ഫ്രൈ എപ്പോഴും അങ്ങനെ വേണം വാള ഫ്രൈ ചെയ്യാൻ. ഇതിലും ടേസ്റ്റാണ്. അത് ഇങ്ങനെ ഫ്രൈ ആകുന്ന സമയം കൊണ്ട് നമുക്ക് കറിക്കുള്ള അരപ്പ് തയ്യാറാക്കാം. എന്നും പറയുന്നത് പോലെ തന്നെ തേങ്ങ അരച്ചാണ് ഇപ്പോൾ വയ്ക്കുന്നത്. കാരണം മാങ്ങയുണ്ട്. അതുകൊണ്ട് അരമുറി തേങ്ങ ചിരകിയത്, 2 സ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, 6 അല്ലി ചെറിയ ഉള്ളി, 2 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, അല്പം ആവശ്യത്തിന് ഉപ്പ്, ഇവയെല്ലാം കൂടി മിക്സിയിലിട്ട് പിന്നെ നല്ലതുപോലെ അരച്ച് വെച്ചു. ഈ മീൻ ഫ്രൈ ആകുന്ന സമയം കൊണ്ട് അരച്ച് തയ്യാറാക്കി വെച്ചു. അതിനുശേഷം പയർ കുക്കറിൽ നിന്നെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി. അതിൻ്റെ അരപ്പ് സാധാ തോരൻ്റെത് പോലെയാണ്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് വീണ്ടും ഒന്നും കൂടെ ഒന്ന് തീയിൽ ചൂടാക്കാം. ആ സമയം കൊണ്ട് കറി നമ്മൾ നേരത്തെ തയ്യാറാക്കി ചട്ടിയിലിപ്പം വെച്ച അത് നല്ലതുപോലെ മീൻ കറി തിളയ്ക്കുന്നുണ്ട്. വാള മീൻ കറിയാണ്. മാങ്ങയും ഇട്ടു. പുളി ആവശ്യത്തിന് എത്ര വേണോ അത്രയും അതനുസരിച്ച് ഒരു ചെറിയ മാങ്ങയാണ് ഇട്ടത്. 3-4 പച്ചമുളക്, വറ്റൽമുളക് 2 ഇത്രയും ഇട്ടു. വേണമെങ്കിൽ ഒരു തക്കാളി കൂടി ചേർക്കാം. അല്പം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചാൽ കിടിലം ടേസ്റ്റാണ്. ചോറ് രാവിലെ വെച്ചത് കണ്ട വൻപയർ തോരൻ. ഇന്നത്തെ എൻ്റെ ലഞ്ചാണ് വൻപയർ തോരൻ. കണ്ട മീൻകറി തിളച്ച് വെന്തു, വാള പൊരിച്ചത്. ഇത്രയുമാണ് ഇന്നത്തെ എൻ്റെ ഉച്ചക്കലത്തെ ലഞ്ച്. ഇങ്ങനെ വേണ്ട പാത്രത്തിൽ ചോറ്, വാളക്കറി, നല്ല വാള പൊരിച്ചത്, പയർ തോരൻ മോന് കഴിക്കാനായിട്ട് ഇതായിട്ട് വെച്ചിരിക്കുന്നു. അത്രയൊന്നും കഴിക്കില്ല, അല്പം മാത്രമേ കഴിക്കൂ. അതിന് ശേഷം ലഞ്ചെല്ലാം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം വേണ്ട കുരുമുളക് പറിക്കാനായിട്ട് മോനെ പുറത്തേക്ക് വിട്ടു. കൂടെ ഞാനുമുണ്ട്. ഏണിയെടുത്ത് തച്ചു. ഇനി മോൻ പതുക്കെ ആ മതിലിൻ്റെ മുകളിൽ കയറി നിന്നുള്ളത് ആദ്യം പിച്ചിയിട്ട് പിന്നെ മുകളിൽ നിന്ന് പിച്ചും. ഞാനും അതിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് കൂട്ടായിട്ട്. താഴെ ഒരു തടിയുടെ പുറത്ത് ഞാൻ ഇരിപ്പുണ്ട്. കുരുമുളക് പിച്ചാനായിട്ട് ഞാൻ ഇന്ന് മോനെ ഏൽപ്പിച്ച് മോൻ അങ്ങനെ അതാ ഒരു കവറുമായിട്ട് വന്ന് ഇന്ന് പിച്ചിക്കൊണ്ടിരിക്കുകയാണ്. നല്ല കാറ്റുമെല്ലാം ഉണ്ട്. മരങ്ങളൊക്കെ വെച്ച് മാറ്റിയെങ്കിൽ നല്ല സുഖകരമായ ഒരു കാലാവസ്ഥയാണ്. പ്ലാവിൻ്റെ മുകളിലൊക്കെ നിൽക്കുമ്പോൾ പൊക്കത്തില്ല. അതുകൊണ്ട് താഴെയൊക്കെ ഉള്ളത് ആദ്യം കരിയിലൊക്കെ അതിൻ്റെ ചുവട്ടിൽ തന്നെയുണ്ട്. മരങ്ങളെല്ലാം മുറിച്ച് അവിടെ ഇവിടെ ഇട്ടിരിക്കുകയാണ്. അതിൻ്റെ തോലും എല്ലാം ആയിട്ട് പറമ്പ് മുഴുവനും ഇപ്പോൾ അതാണ്. അങ്ങനെ പിച്ചി കുറേ ആയി. ഞാൻ താഴെ നിന്ന് ആ മൊബൈൽ അങ്ങോട്ട് കൊടുക്കുന്നു. ഒരു പാട്ടിട്ടും കൊണ്ട് ഒരുപാട് കുരുമുളകുണ്ട്, പിച്ചാമെന്ന് പറയുന്നു. മുകളിലോട്ടൊക്കെ ഒരുപാടുണ്ട്, കാണാവുന്നുണ്ട്. ഈ ചുമക്കുന്നത് പഴുത്തിട്ടല്ലേ? കുറേയൊക്കെ പഴുത്ത് ഇപ്പോൾ ഉണ്ട്. പിന്നെ കുറേ ചക്കയൊക്കെ കിളിച്ച് വേണം. ഇപ്പം ചക്കയുടെ കാര്യം പറഞ്ഞാൽ എന്താ പ്രശ്നം?
ഓക്കെ ഓക്കെ എന്നാൽ ഞാൻ പറിക്കട്ടെ. അയ്യോ നീ തിരിക്കാൻ ചൂടല്ല അങ്ങനെ. അങ്ങനെയല്ലേ. അങ്ങനെ മുളക് പിച്ചക്കം തകൃതിയായി നടക്കുന്നുണ്ട്. ഞാൻ താഴെ ഇരുന്ന് മോനൊരു പാട്ടൊക്കെ ഇടാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഒരു പാട്ടൊക്കെ ഇട്ട് അവിടെ ഒരു തടിയുടെ പുറത്തിരുന്നു. അവിടെ ഇരിക്കാൻ എനിക്ക് ശകലം പേടിയുണ്ട്. കാരണം കരിയിലയെല്ലാം നല്ല സ്ഥലം ആയിട്ട് കിടക്കുന്നെങ്കിലും ഇഴജന്തുക്കളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പേടിയാണ്. അങ്ങനെ എല്ലാം പറിച്ച് കഴിഞ്ഞ് ഏണിയായിട്ട് മോൻ പോയി. പുതിയൊരു വീഡിയോയുമായിട്ട് വൈകിട്ട് കാണാം. ടാറ്റാ.